ജ്ഞാനസഭയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാരെ വിമർശിച്ച മന്ത്രിമാർക്ക് മറുപടിയുമായി ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ്. വിസിമാരെ എതിർത്തത് രാഷ്ട്രീയ നീക്കമാണെന്ന് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് അധ്യക്ഷ പങ്കജ് മിത്തൽ, ദേശീയ സംയോജകൻ എ വിനോദ് എന്നിവർ പറഞ്ഞു. കേരള, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇന്നത്തെ സമ്മേളനത്തിലും പങ്കെടുത്തു. 3 സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരും മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 200ഓളം വൈസ് ചാൻസലർമാരും ജ്ഞാനസഭയുടെ ഭാഗമായി ഇന്ന് നടന്ന സമ്മേളനത്തിലും ചർച്ചകളിലും പങ്കെടുത്തു. വൈസ് ചാൻസലർമാർ ജ്ഞാനസഭയിൽ പങ്കെടുത്തത് വിവാദമാക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ശിക്ഷാ സംസ്കൃതി ഉദ്യാന്യാസ് അധ്യക്ഷ പങ്കജ് മിത്തൽ, ദേശീയ സംയോജകൻ എ വിനോദ് എന്നിവർ പറഞ്ഞു. That is a political statement. We are into academic field. We are not into politics. So I don't know, but many vice chancellors, I am not aware of that, but many vice chancellors were there yesterday also, today also, and they have also contributed significantly on what should be the way forward. മാതൃഭാഷയിലെ ഉന്നത വിദ്യാഭ്യാസം രാജ്യത്ത് അത്യന്താപേക്ഷിതമാണെന്ന് AICT ചെയർമാൻ TG സീതാറാം പറഞ്ഞു. കേരളത്തിൽ കോളേജുകളുടെ എണ്ണം കുറയുന്നുണ്ട്, പക്ഷേ സീറ്റുകൾ വർദ്ധിക്കുന്നുണ്ടെന്നും TG സീതാറാം കൂട്ടിച്ചേർത്തു. വിദേശ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നത് മികച്ച ചുവടുവയ്പ്പാണ്. I wanted to give a message today that now we should start looking at our mother tongue. In our mother tongue we have to do all these engineering, diploma, medicine, everything, so that the persons who could not somehow pick up English should not be left behind. 2047 ഭാരതം അത്യുന്നതിയിലെത്തുമ്പോൾ നയിക്കാൻ പര്യാപ്തമായതാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ശിക്ഷാ സംസ്കൃതി ഉദ്യാന്യാസും വിദ്യാഭ്യാസ വികാസ കേന്ദ്രവും അറിയിച്ചു. ജനം, കൊച്ചി.